ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ രസകരമായ ഒരു വീഡിയോ ആണ്. നമുക്ക് ഏറെ സുപരിചിതരായിട്ടുള്ള അതിപ്രശസ്തരായ കുറച്ച് വ്യക്തിത്വങ്ങളുടെ നക്ഷത്രമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മുടെ സിനിമ, രാഷ്ട്രീയ മേഖലകളിൽ അതിപ്രശസ്തരായി തീർന്ന, കലാരംഗത്ത് പ്രശസ്തരായി തീർന്ന ആ വ്യക്തിത്വങ്ങളുടെയൊക്കെ നക്ഷത്രം നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കും. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ നക്ഷത്രം ഏതാണ്, നിങ്ങളുടെ നക്ഷത്രത്തിൽ ജനിച്ച സെലിബ്രിറ്റികൾ ആരാണ്, അല്ലെങ്കിൽ പ്രശസ്തരായ വ്യക്തികൾ ആരാണ്, അവരുടെയും നിങ്ങളുടെയും പ്രവർത്തന മേഖല ഒന്നാണോ, അതേക്കുറിച്ചെല്ലാം ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. പിന്നെ ഒരാളുടെ പ്രവർത്തന മേഖലയൊക്കെ ജനന സമയത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ വളരെയധികം വ്യത്യാസങ്ങൾ സമ്മാനിക്കുമെന്നതാണ്. നക്ഷത്രം പൊതുവിൽ ജീവിതത്തിലും സ്വഭാവത്തിലും അവർക്ക് ഏകദേശ സാമ്യങ്ങൾ സമ്മാനിക്കുമെന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ആദ്യമായിട്ട് മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ. നമ്മുടെ ലാലേട്ടന്റെ നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രത്തിലാണ് നമ്മുടെ ലാലേട്ടൻ ജനിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ആ ഒരു നക്ഷത്രം നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക അല്ലെങ്കിൽ മമ്മൂട്ടി. വിശാഖം നക്ഷത്രത്തിലാണ് മമ്മൂക്ക ജനിച്ചിട്ടുള്ളത്. സിനിമാ പ്രവർത്തകനായും രാഷ്ട്രീയ പ്രവർത്തകനുമായി നിറഞ്ഞു നിൽക്കുന്ന സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ നക്ഷത്രം ചോതി നക്ഷത്രമാണ്. നരസിംഹസ്വാമിയുടെ നക്ഷത്രവും ചോതിയാണ് കേട്ടോ. അടുത്തത് നമ്മുടെ ദിലീപേട്ടനാണ്. ദിലീപേട്ടന്റെ നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാടം നക്ഷത്ര ജാതനാണ് ദിലീപ്. മലയാള സിനിമയുടെ ആ ഒരു സൂപ്പർ ഹീറോ ടൊവിനോ തോമസ്, അദ്ദേഹത്തിന്റെ നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. നമ്മുടെ കുഞ്ഞിക്ക എന്നറിയപ്പെടുന്ന ദുൽഖർ സൽമാന്റെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിൽ വളരെ നല്ലൊരു പോലീസുകാരന്റെ വേഷം കൈകാര്യം ചെയ്ത നിവിൻ പോളി, അദ്ദേഹത്തിന്റെ നക്ഷത്രവും അശ്വതി നക്ഷത്രമാണ്. മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന മഞ്ജു വാര്യരുടെ നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. മലയാളത്തിലെ സൗന്ദര്യമുള്ള നായിക അനു സിത്താരയുടെ നക്ഷത്രം മകയിരം നക്ഷത്രമാണ്. മലയാള സിനിമയിൽ ഹേറ്റേഴ്സ് ഇല്ലാത്ത ഒരേ ഒരു നടനെ പറഞ്ഞാൽ നമ്മളെല്ലാവരും പറയും നമ്മുടെ ജയറാമേട്ടന്റെ നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ്. ഒരുപാട് ചിത്രങ്ങൾക്ക് തിരക്കഥ രചിക്കുകയും മലയാളത്തിൽ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് കാണാൻ ആഗ്രഹിക്കുന്ന ചലച്ചിത്രങ്ങൾക്ക് തിരക്കഥയൊരുക്കുകയും ചിന്താവിഷ്ടയായ ശ്യാമള, വടക്കുനോക്കി യന്ത്രം എന്നീ മനോഹരമായ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത് മലയാള ചലച്ചിത്ര ലോകത്തിന് വലിയ വലിയ സംഭാവനകൾ നൽകിയ നമ്മുടെ ശ്രീനിവാസൻ, അദ്ദേഹത്തിന്റെ നക്ഷത്രം തിരുവോണ നക്ഷത്രമാണ്. നടൻ ജയസൂര്യയുടെ ആ ഒരു നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. ആറ്റിങ്ങലാണോ വീട്? ഈ ഒരു ഡയലോഗ് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആ ഒരു നടനാണ് ആസിഫ് അലി. അദ്ദേഹത്തിന്റെ നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. സിനിമാ നടനും സംവിധായകനുമായ അനൂപ് മേനോന്റെ നക്ഷത്രം പൂരുട്ടാതിയാണ്. ആ ഒരു സമ്പ്രദയുടെ നക്ഷത്രം രേവതി നക്ഷത്രമാണ്. ഓരോ ചിത്രത്തിലും പലപ്പോഴും വിവാദങ്ങളിലൂടെ കടന്നു പോകുന്ന സൗന്ദര്യമുള്ളൊരു നടനാണ് ഉണ്ണി മുകുന്ദൻ. അദ്ദേഹത്തിന്റെ നക്ഷത്രം പൂരം നക്ഷത്രമാണ്. ഒരുപാട് മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരാളാണ് വിനീത് ശ്രീനിവാസൻ. അദ്ദേഹത്തിന്റെ നക്ഷത്രം മൂലം നക്ഷത്രമാണ്. വിനീത് ശ്രീനിവാസനെ പറയുമ്പോൾ ധ്യാൻ ശ്രീനിവാസനെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. തമിഴിലേക്ക് പോകുമ്പോൾ തമിഴിലെ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയുടെ നക്ഷത്രം പൂരം നക്ഷത്രമാണ്. ഇളയ ദളപതി വിജയിയുടെ നക്ഷത്രം പൂയം നക്ഷത്രമാണ്. ഇനി ആ ഒരു സൂര്യയുടെ നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ്. കീർത്തി സുരേഷിന്റെ നക്ഷത്രം മകയിര നക്ഷത്രമാണ്. കല്യാണി പ്രിയദർശന്റെ നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. കാവ്യ മാധവന്റെ നക്ഷത്രം തിരുവാതിര. ഫഹദ് ഫാസിലിന്റെ നക്ഷത്രം പൂരുട്ടാതി. ആ ഒരു കുഞ്ചാക്കോ ബോബന്റെ നക്ഷത്രം പൂരുരുട്ടാതി. പാർവതി തിരോത്ത് തൃക്കേട്ട നക്ഷത്രം. അതുപോലെ ബിജു മേനോൻ തൃക്കേട്ട നക്ഷത്രം. തമിഴിലേക്ക് പോകുമ്പോൾ ആ ഒരു രജനീകാന്ത്, അദ്ദേഹത്തിന്റെ നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ്. സായി പല്ലവി പൂയം നക്ഷത്രം. രമ്യാകൃഷ്ണൻ തിരുവോണം നക്ഷത്രം. സുചിത്ര തിരുവോണം നക്ഷത്രം. ഇനി ആ ഒരു ഹിന്ദി സിനിമയിലേക്ക് പോകുമ്പോൾ അമിതാഭ് ബച്ചൻ ചോതി നക്ഷത്രമാണ്. ആ ഒരു ഫുട്ബോൾ ഇതിഹാസം മെസ്സി, അദ്ദേഹത്തിന്റെ നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രാഷ്ട്രീയ രംഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ഇനി ഇന്ത്യ കണ്ട ഏറ്റവും കരുത്തനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി, അദ്ദേഹത്തിന്റെ നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. ചലച്ചിത്ര ഗാന രംഗത്തേക്ക് പോകുമ്പോൾ KS ചിത്രയുടെ നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. മലയാളത്തിന്റെ ഗാനഗന്ധർവൻ KJ യേശുദാസ്, അദ്ദേഹത്തിന്റെ നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ്. മലയാളത്തിൽ ഒരുപാട് അമ്മ വേഷങ്ങൾ ചെയ്ത് നമ്മുടെ ലാലേട്ടന്റെ സ്ഥിരം അമ്മയായിട്ട് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച KPC ലളിത ചേച്ചിയുടെ നക്ഷത്രം ചിത്ര നക്ഷത്രമാണ്.
രാഷ്ട്രീയം, സിനിമ ഇവ ഒരുമിച്ച് കൊണ്ടുപോകുന്ന അവർ ഗണേഷ് കുമാർ, അദ്ദേഹത്തിന്റെ നക്ഷത്രവും ചിത്രയാണ്. മലയാളത്തില് ഏറ്റവും സൗന്ദര്യമുള്ള നായിക നമ്മുടെ ഉർവശി ചേച്ചി. ഉർവശി ചേച്ചിയുടെ നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. മലയാളത്തിൽ ഒഴിഞ്ഞു കിടക്കുന്ന ആ ഒരു സിംഹാസനത്തിനുടമ ജഗതി ശ്രീകുമാർ. നമ്മുടെ അമ്പിളിച്ചേട്ടന്റെ നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. അടുത്തത് അവർ സണ്ണി ലിയോൺ, അവരുടെ നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. മലയാളത്തിലെ ഏറ്റവും നല്ല നടൻ നമ്മുടെ തിലകൻ ചേട്ടന്റെ നക്ഷത്രം പൂരാടം നക്ഷത്രമാണ്. ഇനി അടുത്തതായിട്ട് ആ ഒരു അഭിനയ കുലപതി മധു സാറ്, അദ്ദേഹത്തിന്റെ നക്ഷത്രം ചോതി നക്ഷത്രമാണ്. നമ്മുടെ ചിറയൻകീഴ് ജനിച്ചു വളർന്ന പ്രേം നസീർ സാറിന്റെ നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ്. ഒരു പോലീസ് ഓഫീസറായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച് സിനിമയുടെ അഭ്രപാളിയിൽ ഒരുപാട് വേഷങ്ങൾ അവതരിപ്പിച്ച സത്യൻ മാഷിന്റെ നക്ഷത്രം അനിഴമാണ്. ഇനി നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ആ ഒരു മണിച്ചേട്ടന്റെ നക്ഷത്രം ചതയം നക്ഷത്രമാണ്. അടുത്തത് ഹണി റോസിന്റെ നക്ഷത്രമാണ്. അവരുടെ നക്ഷത്രം പൂയം നക്ഷത്രമാണ്. അപ്പോൾ നമ്മൾ കുറച്ചധികം സെലിബ്രിറ്റികളുടെ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ പ്രശസ്തരായിട്ടുള്ള കുറച്ച് വ്യക്തിത്വങ്ങളുടെ നക്ഷത്രങ്ങൾ പരിചയപ്പെട്ടു അല്ലേ. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം എൻ്റെ നക്ഷത്രം ഏതാണ് എന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ആകെ കൂടി ഒരു രൂപവും സ്വഭാവവും ആ ഒരു ഭാഷാ ശൈലിയും ഒക്കെ വെച്ച് എൻ്റെ നക്ഷത്രം ഏതായിരിക്കും എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് ഗസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാൻ എല്ലാവർക്കും നന്ദി, നമസ്കാരം.